ഹായ്, എൻ്റെ പേര് ദർശന. ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മികച്ച ഒരു കരിയറിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമാണ്. ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ജോബിലേക്ക് എത്തുക എന്നുള്ളത് അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാം ഏതൊക്കെ ആഡ് ഓൺ കോഴ്സുകൾ അവർക്കുണ്ട്, അപ്പോൾ ഏത് ചെയ്താൽ ജോബിലേക്ക് പെട്ടെന്ന് എത്താമെന്നുള്ളത്. ആ ഒരു ടൈമിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതൊരു കോഴ്സിലേക്ക് പോകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഏത് കോഴ്സ് ചെയ്താൽ എനിക്ക് മികച്ചൊരു കരിയറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് പല സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു മികച്ച കരിയറിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ്. നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിന് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഞങ്ങൾക്ക് എന്താണ് ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ജോബ് വരുന്നത് എന്നുള്ളത്. അതായത് കൂടുതലും മെക്കാനിക്കൽ, പെട്രോ കെമിക്കൽ കഴിഞ്ഞവർക്കല്ലേ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ എന്നുള്ളത് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലല്ല, അതായത് മെക്കാനിക്കൽ അല്ലെ സിവിൽ കഴിഞ്ഞ ഒരാളുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതായത് റിഫൈനറി അല്ലെ ഒരു പവർ പ്ലാന്റ്, റിഗിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലും മെയിൻ്റനൻസ് ടൈമിലും മാത്രമാണ് ഇവർക്ക് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റിനെ അല്ലെങ്കിൽ റിഫൈനറി, റിഗിനെ സംബന്ധിച്ചിടത്തോളം ത്രൂ ഔട്ട് അവിടെ ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവരെയാണ്. ഇപ്പോൾ നമുക്കൊരു പ്ലാന്റിനെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ വേണം. അതായത് ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ റിഫൈനറിയുടെ കംപ്ലീറ്റ് പവർ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാരായിരിക്കും. ഇപ്പം നമുക്കറിയാവുന്നതാണ്, പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിനെ അല്ലെ റിഫൈനറിയെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓരോ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിനെ നമ്മൾ റിഫൈൻ ചെയ്താണ് ബൈ പ്രോഡക്ട്സുകളാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൈ പ്രോഡക്ട്സുകളാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഇപ്പോൾ അതിന് വേണ്ടുന്ന ടെമ്പറേച്ചർ, പ്രഷർ, അതിൻ്റെ ലെവലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ള കൺട്രോളിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഹൈ സാലറീഡും ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. നമ്മുടെ ഈ ഒരു ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു കോഴ്സിൽ നമ്മൾ 3 സെക്ഷൻസായിട്ടാണ് നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷനാണ് QA/QC ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. സെക്കൻഡ് സെക്ഷൻ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സെക്ഷനാണ്. തേർഡ് സെക്ഷൻ വരുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി മാനേജ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് സെക്ഷനാണ് QA/QC, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതായത് QA/QC ജോബിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി റെസ്പെക്റ്റബിൾ പൊസിഷൻ ആയിരിക്കും, ഒരു പ്രഷർ ഇല്ലാത്തൊരു വർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു സെക്ഷനാണ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമൽ സൈറ്റ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ഒരു സൈറ്റിൻ്റെ ടെൻഷൻ അയാൾക്കുണ്ടാവും. അതായത് വർക്കേഴ്സിൻ്റെ കാര്യം മാനേജ് ചെയ്യണം, മെറ്റീരിയൽ, ഫണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സൈറ്റ് എഞ്ചിനീയർ മാനേജ് ചെയ്യണം. ആ ഒരു ടൈമിൽ ഒരു QA/QC എഞ്ചിനീയറുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ QA/QC എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഒരു സൈറ്റിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. സൈറ്റ് എഞ്ചിനീയർ വർക്കേഴ്സിനെ കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കുന്നത് അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇൻസ്പെക്ഷൻ ചെയ്ത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ സൈൻ ചെയ്യുക, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അത് സൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു QA/QC എഞ്ചിനീയറുടെ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ QA/QC എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് എപ്പോഴും അത് ചൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നമ്മുടെ ഈ ഒരു QA/QC സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു QA/QC എഞ്ചിനീയറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കവർ ചെയ്യും. അതേപോലെ തന്നെ ISO സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ്സ്, നമ്മളൊരു ചെക്ക് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കവർ ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് P&ID, PFD ഡയഗ്രാംസ്, അത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാലിബ്രേഷൻ, മെഷീൻസ് അല്ലെ ഇൻസ്ട്രുമെൻറ്റുകൾ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് കവർ ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ QA/QC സെക്ഷനിൽ ടൈപ്പ് ഓഫ് വാൽവുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ QCയുടെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിൽ വരുന്നത് ടെക്നീഷ്യൻ പൊസിഷൻ ആയിരിക്കും. ദെൻ ഇൻസ്പെക്ടർ, സൂപ്പർവൈസർ, QC എഞ്ചിനീയേഴ്സ്, QC മാനേജേഴ്സ്. അപ്പോൾ ഈ ഒരു 5 ലെവലിലും വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്.
നമുക്ക് ഇതിനകത്ത് രണ്ടാമത്തെ ഒരു പാർട്ടാണ് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ. അതായത് ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ബേസ് ചെയ്ത് നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് ബേസ് ചെയ്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവർക്ക് വരുന്ന വർക്കുകൾ അത് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മിഡ് സ്ട്രീം, അപ്പ് സ്ട്രീം, ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ കവർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ പാർട്ട് കവർ ചെയ്യുന്നതോടുകൂടി തന്നെ സ്റ്റുഡൻസിന് ആ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ഷൻ സൈഡിൽ വരുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ജോബുകളെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവും. അടുത്ത് നമ്മുടെ ഇതിനകത്ത് ഫൈനൽ പാർട്ടാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി മാനേജ്മെൻറ്റ്. അതായത് നമുക്ക് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്കകത്ത് നമ്മൾ കവർ ചെയ്യുന്നത് ഓൺഷോർ സേഫ്റ്റി, ഓഫ് ഷോർ സേഫ്റ്റി, H2S സേഫ്റ്റി, അതേപോലെ തന്നെ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സേഫ്റ്റി സെക്ഷനിൽ കവർ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റി, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബേസ് ചെയ്ത് വരുന്ന ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ബേസ് ചെയ്ത് വരുന്ന ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സിന് വരുന്ന എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസിലും അപ്ലൈ ചെയ്യാം. സേഫ്റ്റി സൈഡിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് QA/QC ടെക്നീഷ്യൻ, QA/QC സൂപ്പർവൈസർ, QA/QC എഞ്ചിനീയർ, QA/QC ഇൻസ്പെക്ടർ, അതേപോലത്തെ QC ബേസ് ചെയ്ത് വരുന്ന പൊസിഷൻസിൽ വർക്ക് ചെയ്യാം. അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സെക്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് അബൌട്ട്, ഫ്ലോർമാൻ, ഡെറിക്മാൻ പോലത്തെ പൊസിഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. സേഫ്റ്റിയിൽ സേഫ്റ്റി ടെക്നീഷ്യൻ തൊട്ട് സേഫ്റ്റി ഓഫീസർ വരെയുള്ള ലെവലിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ജോബിലേക്ക് കയറുമ്പോൾ, അതായത് ഒരു ഫ്രഷറായിട്ട് ജോബിലേക്ക് കയറുന്ന ടൈമിൽ നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി ഇന്ത്യക്കകത്താണെന്നുണ്ടെങ്കിൽ ഒരു 10,000 തൊട്ട് 15,000, മാക്സിമം പോയ ഒരു 20,000-നുള്ളിലായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. പിന്നെ ഇന്ത്യക്കകത്ത് നിന്ന് നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, വർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയാസൊക്കെ നമുക്ക് ആയിക്കഴിഞ്ഞാൽ കമ്പനീസ് തന്നെ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പ്രോപ്പർ എക്സ്പീരിയൻസ് ഇന്ത്യക്കകത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി ഗ്രോത്ത് നിങ്ങൾക്ക് പുറത്തേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 1 year ഒക്കെ അല്ലെങ്കിൽ 1 year 2 year ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60,000 തൊട്ട് 1 lakh അല്ലെങ്കിൽ 1.2 lakhനുള്ളിലൊക്കെ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സാലറി ഗ്രോത്ത് ഒക്കെ വരുന്നത് എപ്പോഴും ഇന്ത്യക്ക് പുറത്തേക്കാണ്. മെയിനായിട്ട് ഒരു ചെയ്യുന്ന സ്റ്റുഡൻസിൽ ഒരു 90% സ്റ്റുഡൻസും പുറത്തേക്ക് പോകുക എന്നുള്ളൊരു എയിമോട് കൂടി തന്നെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതും. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് സാലറി ഗ്രോത്ത് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ്. അപ്പോൾ ഇന്ത്യക്കകത്ത് നിന്നൊരു പ്രോപ്പർ എക്സ്പീരിയൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഉള്ള എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ITI, അതേപോലെ ഡിപ്ലോമ, എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സെക്ഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 month ആണ്. 6 month ഡ്യൂറേഷനുള്ള UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണിത്. ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് ഇങ്ങനെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലാബ് ഫെസിലിറ്റിയാണ്. കാരണം ഈ ഒരു സെക്ഷനിൽ സ്റ്റുഡൻസിന് ലാബ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സെക്ഷനിൽ വരുന്ന സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ടുള്ള ലാബ് ഫെസിലിറ്റി കൊടുത്ത് അവരെ പ്രാക്ടിക്കലി ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലാസ് എടുക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും തന്നെ സൈറ്റിൽ ഈ ഒരു ഫീൽഡിൽ തന്നെ 20-25 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് ക്ലാസ് എടുക്കുന്നത്. സൗദി അറാംകോ പോലത്തെ കമ്പനീസിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. നമ്മുടെ ഈ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് എന്ന് പറഞ്ഞത് ഈ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവർക്ക് മാത്രമല്ല, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ഈ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ QA/QC സെക്ഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൂടാതെ നമ്മൾ സിവിലും മെക്കാനിക്കലും കവർ ചെയ്യുന്നുണ്ട്. ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബ്രാഞ്ചസ് വരുന്നത് കൊച്ചിൻ, കാലിക്കറ്റ് ആൻഡ് ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റോ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.